വെൽക്കം ടു ബബീസ് കുക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി. ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ നല്ലൊരു റെസിപ്പിയാണ്. സോ ആദ്യം തന്നെ എന്തൊക്കെയാണ് വേണമെന്ന് നോക്കാം. ടൊമാറ്റോ ഒരു 3 എണ്ണം, ഒനിയൻ 2 എണ്ണം, ഗാർലിക് ഒരു 5-6 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറി ലീവ്സ്, ഉണക്കമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇതാണ് നമുക്ക് ആവശ്യം. ഇവിടെ ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, 2 സവാള, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, കറിവേപ്പില. ഇഞ്ചിയെല്ലാം നല്ല ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും ഇവിടെ നുറുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉണക്കമുളകാണ്. ഒരു 6 ഉണക്കമുളക് അതിൻ്റെ തണ്ട് കളഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ സീഡെല്ലാം കളഞ്ഞെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറിക്ക് നമ്മുടെ ചട്നിക്ക് നല്ല കളറും കിട്ടും, എരിവും അത്രയും ഉണ്ടാവില്ല. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാക്സിമം മുഴുവൻ അതിൻ്റെ വിത്ത് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ട് പറ്റുന്ന അത്രയും വിത്ത് കളഞ്ഞെടുക്കുക അതിൽ നിന്ന്. സോ ഇപ്പോൾ നമ്മുടെ തണ്ടും മുളകിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ മുളക് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സവാളയും ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ഈ ഉണക്കമുളക് മാത്രം, എണ്ണയൊന്നും ഒഴിക്കരുത്, പ്ലെയിനായിട്ട് നമ്മൾ വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ മുളക് വറുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴട്ടേണ്ടത്. അതിനെ ഒത്തിരി കരിയിച്ചൊന്നും കളയരുത്, നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ എല്ലാവരും അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നവരെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഞാൻ ഈ മുളകിൻ്റെ കൂടെ മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ ചട്ടിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ സവാള വേഗം നമുക്ക് വഴന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ചട്നിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുകയാണ്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി എത്ര വഴണ്ട് കിട്ടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചട്നിക്ക്. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിന് കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള ഒരു വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായി ഉടഞ്ഞ് അതിൻ്റെ ജ്യൂസൊക്കെ ആ ഉള്ളിയിലൊക്കെ ആകുന്ന വരെ നല്ലോണം സവാളയും തക്കാളിയും വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല പരുവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത് കളറിന് വേണ്ടിയിട്ട്. നന്നായി മുളകിൻ്റെ ആ പച്ചമണം പോകുന്ന പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുളകിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിനെ ആറാൻ വിടണം. ആറിയിട്ട് വേണം നമുക്ക് ഈ മിക്സർ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഇതെല്ലാം അതിൻ്റെ മുകളിലിട്ട് ഞാൻ ആറാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് ഇതെല്ലാം അതിലേക്ക് നമുക്ക് മാറ്റിയിട്ട് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ വെള്ളം ചേർക്കാണ്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് നമുക്ക് കിട്ടുക. ഇല്ല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടെന്നുള്ളവർ ആവശ്യത്തിന് വെള്ളം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് ആ ചട്ടിയിൽ കഴുകിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഞങ്ങളിവിടെ അധികം വെള്ളം നമ്മൾ ആഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമുക്കിതിനെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി തരിയൊന്നും ഇല്ലാണ്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയും ഈ ചട്നി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇതിൽ നമ്മൾ താളിച്ചും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്താണോ ഉപയോഗിച്ചത്, ഓയിലാണെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും കടുകും താളിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ആഡ് ചെയ്യാറില്ല. സോ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില,
ഇനി താളിച്ച് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ചട്നിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. കേടുകൂടാണ്ട് നമ്മൾ അധികം വെള്ളമൊന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കേടുകൂടാണ്ട് ഒരാഴ്ച വരെയൊക്കെ നല്ല സുഖമായിട്ടിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യണം. ദോശയുടെയും ചട്നിയുടെയും കൂടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. താങ്ക്